എം വിജയരാജൻ പറഞ്ഞതനുസരിച്ച് ആവർത്തിച്ചുള്ള ആവശ്യപ്രകാരവും ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഒഴിവാക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും ആളുകൾക്ക് ഇനി ഹിയറിങ്ങിന് വരേണ്ടതുണ്ട്. 20 ലക്ഷത്തോളം ആളുകൾ വിവിധ സമയങ്ങളിൽ ഹിയറിങ്ങിന് വരേണ്ടതുണ്ട്. ഇവർക്ക് ഹിയറിങ്ങിനുള്ള അറിയിപ്പുകൾ എപ്പോഴാണ് ലഭിക്കുന്നത്? അത്തരത്തിലുള്ള നടപടികൾ ഏതുവരെ ആയിട്ടുണ്ട്? ഈ ഹിയറിംഗ് എന്നായിരിക്കുമെന്നോ ഹിയറിംഗിന്റെ സ്വഭാവം എന്താണോ എന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഓരോ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലാണോ, ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണോ, പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണോ, അതോ BLOമാർ തന്നെ വീട്ടിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയുമില്ല. ആദ്യം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഹിയറിംഗിനായി ഓരോ കേന്ദ്രങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ അത് വലിയൊരു അളവിലായിരിക്കും ആളുകൾ. കാരണം ഈ 20 ലക്ഷത്തോളം ആളുകൾ, അത് ഓരോ നിയോജക മണ്ഡലത്തിലും ഈ കരട് വോട്ടർ പട്ടികയിൽ വന്ന ആളുകൾ കൂടാതെ പുറത്താക്കപ്പെട്ട ആളുകളുണ്ട്. അവർക്കും ഹിയറിംഗിന് പോകേണ്ടി വരും. അതുകൊണ്ട് അത് വലിയൊരു അളവായിരിക്കും. അത് കുറച്ചുകൂടി ഒരു ബ്ലോക്ക് തലത്തിലേക്കോ പഞ്ചായത്ത് തലത്തിലേക്കോ ആക്കുമോ എന്നുള്ള കാര്യമെല്ലാം തന്നെ കാത്തിരുന്ന് കാണണം. ഇതിൽ ഈ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളിൽ ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുത്തച്ഛൻ മുത്തശ്ശി ഇവരുടേതല്ലാത്ത പേര് നൽകിയ സ്വന്തം സഹോദരങ്ങളുടെ അടക്കമുള്ള പേരുകൾ നൽകിയ ആളുകളാണ് ഇനി ഹിയറിംഗിന് ഹാജരാകേണ്ടത്. ഹിയറിംഗ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരേ രൂപത്തിൽ ആവില്ല. ഓരോരുത്തരുടെയും പ്രായമനുസരിച്ച് ഹിയറിംഗിന് ഹാജരാക്കേണ്ട രേഖകളിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അത് ഓരോ ആളുകൾക്കും നൽകുന്ന നോട്ടീസിലാണ് എന്തെല്ലാം രേഖകൾ കൊണ്ടുവരണം എന്ന് രേഖപ്പെടുത്തുക.